അതിശയിക്കും രുചിയിൽ നല്ലൊരു അടിപൊളി പലഹാരമാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. കുഴക്കാനോ പരത്താനോ എണ്ണയിൽ മുക്കി പൊരിക്കാനോ ഒന്നിനും നിൽക്കണ്ട കേട്ടോ. മിനിറ്റുകൾക്കുള്ളിൽ നമുക്കിത് റെഡിയാക്കാം. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതൊരൊറ്റ പീസ് മാത്രം മതി. വയറും മനസ്സും ഒരുപോലെ നിറയും. അത്രത്തോളം രുചിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് ഇന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു ബൗളെടുത്ത് അതിലോട്ട് ഒരൊറ്റ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏകദേശം 1/2 കപ്പ് തിളപ്പിച്ചാറിയ പാൽ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തോളൂ. അത് ആറിയ ശേഷം നമുക്ക് ഈ ഒരു മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം. രണ്ടും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സാക്കാം. എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാത്ത പലഹാരമല്ലേ, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. പിന്നെ ഒരു വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കൊരു ലൈക്ക് ഒന്ന് തരും കേട്ടോ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ. ഇനി ഞാനിത് അവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡാണ്. അപ്പോൾ ഏകദേശം ഒരു 5 or 6 ബ്രെഡ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെയൊന്ന് പിച്ചിട്ട് കൊടുക്കാം. ബ്രെഡൊക്കെ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. ഒരു 5 or 6 ബ്രെഡൊക്കെ ഇല്ലാത്ത എവിടെ ഉണ്ടാവില്ലേ. അത്രയും സിമ്പിളാണ്, നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ടോ. ബ്രെഡ് ഈ ഒരു പാലിൽ കുതിരുന്ന രൂപത്തിൽ സ്പൂണോ ഒക്കെ അല്ലെങ്കിൽ ചെറിയ തവിയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പാലിലും മുട്ടയിലൊക്കെ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അലിഞ്ഞു ചേരണം എന്ന് കരുതിയിട്ട് മിക്സിയിലിട്ട് അടിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ സ്പൂണ് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്നായി കിട്ടും, കണ്ടല്ലോ. ഇനി നമ്മൾ അത്യാവശ്യം വലിയൊരു പാനൽ വെച്ചാൽ സെറ്റ് ചെയ്യുന്ന അത്യാവശ്യം വലിയ രീതിയിലാണ് ഈ ഒരു പലഹാരം റെഡിയാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബ്രെഡും കോഴിമുട്ടയുടെ അളവും ഒന്ന് കൂട്ടി കൊടുക്കണം. ഇത് അത്യാവശ്യം ഒരു 6-7 പേർക്ക് വലിയ വലിയ പീസ് എടുക്കാണ്ടാവും കേട്ടോ. ഈ ഒരു ഒറ്റ കോഴിമുട്ടയും ഈ ഒരു 6-7 ബ്രെഡും വെച്ചിട്ട്. അപ്പോൾ ഞാൻ 6 ബ്രെഡ് വെച്ചപ്പോൾ ഇതുപോലെയാണ് ചെറിയൊരു നനവ് ഇങ്ങനെ മുകളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2 ബ്രെഡും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ 8 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 8 ബ്രെഡും ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പിച്ച് ഈ ഒരു പാലിൻ്റെയും കോഴിമുട്ടയുടെയും മിക്സിൽ നന്നായിട്ടൊന്ന് അലിച്ചെടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ടൈറ്റാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു തുള്ളി പാൽ ചേർക്കാം. പാലിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളവും ഉപയോഗിക്കാം കേട്ടോ. പാലാവുമ്പോൾ ഒന്നുകൂടി രുചി അതായിരിക്കും. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗളെടുക്കുക. അതിലോട്ട് ഏകദേശം 1/2 കപ്പ് മുതൽ 1/4 കപ്പോളം നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതും, കുറച്ച് ക്യാബേജും, ഒരു കുഞ്ഞ് വലിയുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും, ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മുളക് എടുക്കുക, അതിൻ്റെ ഉൾവശത്തുള്ള കുരുവൊക്കെ കളഞ്ഞിട്ട് ആ ഒരു മുളകിൻ്റെ തോട് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ചെറിയ എരിവേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു പച്ചക്കറിയിലോട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒപ്പം തന്നെ കുരുമുളക് പൊടിയും എല്ലാം ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പും കുരുമുളകൊക്കെ എല്ലായിടത്തും ഒരുപോലെ എത്തിക്കിട്ടണം. ഒപ്പം തന്നെ ഞാനിതാ ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടല്ലേ. അതുകൊണ്ട് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാവർക്കും അറിയാലോ. ഒരൊറ്റ കോഴിമുട്ടയിലോട്ട് 2 വെളുത്തുള്ളി ഒന്ന് എടുത്ത് ഇച്ചിരി വിനാഗിരി എടുത്ത് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ അതിലോട്ട് കുറേശ്ശെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് ഒഴിച്ചിട്ടാണ് ഈ ഒരു ഹോം മെയ്ഡ് മയോണൈസ് ഞാനിവിടെ റെഡിയാക്കിയത്. മയോണൈസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ മുങ്ങിക്കിടക്കുന്ന രൂപത്തിലാവണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഈ ഒരു പലഹാരം ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല രീതിയിൽ തന്നെ മയോണൈസൊക്കെ ഒഴിച്ചിട്ട് മിക്സാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 2-3 പീസ് ചിക്കൻ എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. ചിക്കനൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കറി വെക്കാനായിട്ടൊക്കെ പ്രത്യേകിച്ച് നോമ്പിനൊക്കെ കൊണ്ടുവരില്ല. അപ്പോൾ ഇതിൻ്റെ 3 പീസൊന്ന് മാറ്റി വെച്ചിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി കുറച്ച് ഉപ്പ്, മുളക്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് നന്നായി ഒന്ന് തിരുമ്മി ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നമുക്ക് എപ്പോഴാണോ അത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എടുത്താൽ മതി. വഴുക്കും മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിരിക്കും. 1 ടീസ്പൂൺ എണ്ണ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അടച്ചു വെക്കുമ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും.
പാറ് വെള്ളത്തിലൊക്കെ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ചിക്കനും ഇതാ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ ഇല്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ റെഡിയാക്കാതിരിക്കണ്ട. ഈ ഒരു വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം. ചിക്കൻ ഉണ്ടായാൽ ഒന്നുകൂടിയും ടേസ്റ്റ് ഒന്ന് കൂടും. ഇപ്പോൾ ചിക്കനും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ സ്പൂണോ ഒക്കെ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. മയോണൈസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പറ്റും. നിങ്ങൾ കണ്ടല്ലോ, വലിയൊരു പണിയൊന്നും ഇതുമില്ല കേട്ടോ. ഇനി നമ്മൾ കേട് വന്ന ഒരു പാൻ എടുക്കാം. കേട് വന്നതായാലും താഴെ വെക്കാനായിട്ട് പറ്റിയൊരു പാൻ എടുത്തിട്ട് പാൻ നന്നായിട്ട് ചൂടായിട്ട് എടുക്കാം കേട്ടോ. ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത്, ഞാനിതാ ഇതുപോലെ ഒരു പാനിലാണ് എടുത്തത്. അതല്ലെങ്കിൽ കടായി എടുക്കുകയാണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. ഈ ഒരു മാവ് ഒഴിക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വെക്കാം. എന്നിട്ട് നമ്മളിതാ പകുതി ഈ ആ ഒരു ബ്രെഡിൻ്റെ കൂട്ട് ഈ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മയോണൈസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മുഴുവനായിട്ടുള്ള മിക്സ് ഫുള്ള് നല്ലോണം പരത്തി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേ നല്ല രുചി ഉണ്ടാവുള്ളൂ. ചിക്കനിലും ബീഫിലൊക്കെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ബീഫാണോ നിങ്ങളെ കയ്യിലുള്ളെങ്കിൽ ബീഫ് എടുത്തിട്ട് ഒന്ന് പിച്ചെടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മുഴുവനായിട്ട് ഞാനിതാ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലർ ഇതിൽ മല്ലിച്ചപ്പ് ചേർക്കാറുണ്ട്, പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മയോണൈസിൻ്റെ കൂടെ മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഒഴിവാക്കിയത്. അപ്പോൾ ബാക്കിയുള്ള മിക്സ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എല്ലായിടത്തും എത്തുന്ന പോലെ കവർ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ 1-2 ബ്രെഡ് ഒരു കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കലക്കി എടുത്താൽ മതിയാവും. നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ബ്രെഡിൻ്റെ ലിക്വിഡൊന്നും വേണ്ട, ഒന്ന് നൈസായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. മുകളിൽ ഇങ്ങനെ ഇതുപോലെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ആ ഒരു നല്ല രീതിയിൽ തന്നെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. വേണ്ടല്ലോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഡെക്കറേഷനും കാണാനൊരു ഭംഗിക്കും കഴിക്കണ നേരത്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു 2-3 പീസ് ഒന്ന് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ക്യാപ്സിക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പലഹാരം കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഉൾവശത്ത് നമുക്കെല്ലാവർക്കും അറിയാം മയോണൈസിൻ്റെ ആ ഫില്ലിങ് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു പലഹാരം കുട്ടികൾക്കായാലും നമുക്കായാലും ഒത്തിരി ഇഷ്ടമാവും. ഒരൊറ്റ പീസിലൊന്നും നമ്മൾ നിൽക്കില്ല, വീണ്ടും കഴിക്കാനായിട്ട് തോന്നും. ഇപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒപ്പം തന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു സ്പാച്ചുലയോ സ്പൂണൊക്കെ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ക്യാരറ്റും ക്യാപ്സിക്കും ചിക്കനൊക്കെ ബ്രെഡിലോട്ട് ജസ്റ്റ് ഒന്ന് തട്ടി ഇങ്ങനെ അമർന്ന് നിൽക്കണം. അപ്പോഴേ ഇത് വേവുമ്പോൾ സെറ്റായിട്ട് വരുള്ളൂ. പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് നല്ല എണ്ണ നമ്മൾ യൂസ് ആക്കിയിട്ട് തന്നെയല്ല, ചട്ടിയിൽ ഒരിത്തിരി നെയ്യ് മാത്രം ചേർത്തു എന്നേ ഉള്ളൂ. പിന്നെ ചിക്കനും കണ്ടല്ലോ, ഒരിത്തിരി എണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ അതാ ഒരു സൈഡ് ആകാൻ വേണ്ടിയിട്ട് വെറും 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആവട്ടോ. കുറഞ്ഞ തീയിൽ, ഒരുപാട് തീ കൂട്ടി വെക്കല്ലേ, കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക. ഒപ്പം നമ്മൾ വേറൊരു പാൻ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ താഴെ വെച്ച ആ ഒരു പാൻ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മറുവശം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു പാനിൽ ഞാനൊരു ഇത്തിരി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. ഒരുപാടൊന്നുമില്ല, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും. അതൊന്നും മറിച്ചിട്ട് കൊടുക്കുകയാണ്. മാഷാ അല്ലാ, നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രെഡ് നല്ല സോഫ്റ്റാണ്, കൂടെ മുട്ടയും ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് പലഹാരമാണ്. ഒപ്പം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്സും. പിന്നെ പറയണോ, 1-2 പീസിലൊന്നും നമ്മൾ ഒതുങ്ങൂലല്ലേ, വീണ്ടും കഴിക്കാൻ തോന്നും. ഇപ്പോൾ ഈ നോമ്പൊക്കെ ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി ഈ ഒരു എണ്ണ പലഹാരം ഇതൊക്കെ മടുത്തിരിക്കും. പിന്നെ ഈ പത്തിരി ഇതൊന്നും ഉണ്ടാക്കാൻ കഴിയാത്തൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ വരാനുള്ള സമയമായില്ലേ, ലാസ്റ്റ് ആകുമ്പോഴേക്കും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതുപോലൊരു പലഹാരവും നല്ലൊരു ചായയും ജ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയാവും കേട്ടോ. പിന്നെ നമുക്കൊരു ഇഷാനൊക്കെ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുമില്ല, ക്ഷീണവുമില്ല, പ്രയാസമില്ല. തറാവി നിസ്കരിക്കാനും എല്ലാത്തിനും നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടും. ഒരു നമ്മൾ ഫുഡ് ഒരുപാട് കഴിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണല്ലേ. അപ്പോൾ ഒരു സൈഡായി
ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മൾ മറ്റേ സൈഡും കൂടി ഒന്ന് അടച്ച് വെച്ച് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പാനിലോട്ട് തന്നെ ഞാനിത് തട്ടിക്കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു ചിക്കൻ ആയാലും ക്യാരറ്റ് ആയാലും ക്യാപ്സിക്കം ആയാലും നോക്കൂ, അതൊക്കെ അതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വിട്ടു പോന്നിട്ടൊന്നുമില്ല. അടിപൊളി സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ തവണ ഈ ഒരു അടിപൊളി പലഹാരം ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഒരിത്തിരി നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ ക്യാരറ്റും ക്യാബേജൊക്കെ ആകുമ്പോൾ അത്ര മടുപ്പ് തോന്നില്ല. ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ മക്കൾ കഴിച്ചോളൂ കേട്ടോ. ഇനിയിപ്പോൾ പച്ചക്കറി തീരെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സൂപ്പർ പലഹാരങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുക. നമ്മൾ കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റ് പലഹാരമാണ്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം. ചിക്കനൊക്കെ കണ്ടല്ലോ, നന്നായിട്ട് അതിലോട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞ തീയിലിട്ടിട്ട് വെറും 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് സെറ്റായി കിട്ടും കേട്ടോ. ബ്രെഡാണ്, ഒത്തിരി വേവൊന്നുമില്ല, പിന്നെ മുട്ടയല്ലേ, പിന്നെ മറ്റേ സൈഡും കൂടി മറിച്ചിടുമ്പോൾ 2 സൈഡും ഉൾവശമൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടും നമുക്ക്. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കേട്ടോ. നല്ല സോഫ്റ്റ് പലഹാരമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, ടേസ്റ്റി ഫില്ലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു എണ്ണയില്ല പലഹാരം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടെ, എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ. അപ്പോൾ ഇതാ ഞാനൊരു കഷ്ണം എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഉൾവശം കണ്ടോ, നമ്മൾ ആ ഒരു മയോണൈസും ടേസ്റ്റി ഫില്ലിങ്സൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. അത്രയ്ക്ക് രുചിയാണ്, അതിലേറെ സിമ്പിളാണ്. കണ്ടല്ലോ, എല്ലാ വശവും അടിപൊളിയായിട്ടുണ്ട്. അടിഭാഗം കരി അങ്ങനെയൊന്നുമില്ല, നല്ലൊരു മുരിഞ്ഞ കളറോട് കൂടിയിട്ടാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ അല്ലേ, ഫാമിലി ഫ്രണ്ട്സൊക്കെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.